ഇനിയിപ്പോ ഈ പുതിയ മാനേജർ എന്താവും? മീര ധൈര്യമായിട്ടിരിക്കും. ഇനിയിപ്പോ എങ്ങനെയുള്ള ആളാണ് ശരി, നമുക്ക് കുപ്പിയിലാക്കാം. ഡോണ്ട് വറി, ബി ഹാപ്പി. എന്ത് കോമാളിത്തരാണ് രാകേഷ് ഈ കാണിക്കണേ? ഇത്ര ഓഫീസാന്നുള്ളത് മറന്നുപോയോ നീ? മീര പറഞ്ഞ ശരിയാണ്, ഇതൊരു ഓഫീസാന്നുള്ള ബോധം വേണം നിനക്ക്. നീ എന്താണ് ഈ കാണിക്കണത്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതെ, രണ്ടുപേരോട് പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ? നിന്റെ ഈ കോലത്തിനെ പറ്റി പറഞ്ഞു തരികയായിരുന്നു. ഈ കോലത്തിന് എന്താ കുഴപ്പം? സ്റ്റാൻഡേർഡ് അല്ലേ? എന്തിനാണ് രാവിലെ തന്നെ എന്നെ കാണിക്കാൻ വേണ്ടി ഈ ചെടിച്ചട്ടിയും പിടിച്ച് നിൽക്കണേ? അയ്യ, ആരെ കാണിക്കേ? എന്നെ കാണിക്കാൻ. ഇത് നമ്മുടെ പുതിയ മാനേജർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയത്, അല്ലാണ്ട് നിനക്ക് വാങ്ങിയൊന്നല്ല. ഓ, അതിപ്പോ നീ ഇപ്പൊ മാറ്റി പറഞ്ഞതല്ലേ. സത്യത്തിൽ നീ പൂ വാങ്ങിച്ചത് എനിക്ക് വേണ്ടി തന്നെയല്ലേ? അയ്യടാ, എന്ന് രാവിലെ നിന്റെ വായെന്ന് കേൾക്കുന്നത് ഞാൻ പൈസ കൊടുത്ത് കണ്ട് നിനക്ക് വാങ്ങി തരണം അല്ല പൂ? തരക്കേടില്ലല്ലോ മോനെ. ഇത് നിനക്ക് തന്നെ തോന്നുന്നില്ലേ കുറച്ച് ഓവറാണെന്ന്? കുറച്ച് ഓവറാണോ? എന്നാലേ മാനേജർ ശ്രദ്ധിക്കും. ആ ഗ്യാപ്പിലൂടെ എനിക്ക് കൃഷ്ണയുടെ മനസ്സിലേക്ക് കയറി പറ്റും. എടാ, നീ ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. ഇനിയിപ്പോൾ അതെങ്ങാനും നടന്നില്ലെങ്കിൽ നീ നിരാശപ്പെടേണ്ടി വരും. ഒരിക്കലും ഇല്ല അളിയ, ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല. ചിലരൊക്കെ എന്നെ നിരാശപ്പെടുത്തിയതാണ്, പക്ഷേ കൃഷ്ണ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പൊക്കോ പൊക്കോ, ഈ പോയാലെന്ത് പോയില്ലെങ്കിലെന്ത്? അളിയാ, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, എന്താടാ എങ്ങനെ സാധിക്കുന്നതാണ് നിനക്കതൊക്കെ? ഒഴുക്കിനനുസരിച്ച് നീന്തിയില്ലെങ്കിലേ ചത്തുപോടാ. അവസാനം നീ പ്രതീക്ഷ നടക്കാതാകുമ്പോഴേ ഹാർട്ട് അറ്റാക്ക് ആവുന്ന നീ ചാവാതിരുന്നാൽ മതി. അതിന് എൻ്റെ ഹൃദയം എൻ്റെ കയ്യിലില്ലല്ലോ അളിയ, അത് ഞാൻ എപ്പോഴേ എൻ്റെ കൃഷ്ണയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ദൈവമേ, ഇവനെ നീ തന്നെ കാത്തോളണേ. കൂൾ മാൻ. എന്തായാലും സാറ് പാത്തോട്ട് വരില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ക്യാരി ഓൺ. അവൻ്റെ ഒരു കോലും ഒന്ന് പോടാ. മീര, ഇന്നലെ അയക്കാൻ പറഞ്ഞ മെയിലൊക്കെ അയച്ചായിരുന്നല്ലോ അല്ലേ? ഇന്നലെ അയക്കാൻ പറഞ്ഞ മെയിലൊക്കെ ഞാൻ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ള വല്ല ധാരണയുണ്ട്. ഹെഡ് ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യാം. അല്ല, അതിന് ഞാനിപ്പോ ആ രാകേഷിന്റെ ശല്യമില്ലാത്ത വളരെ കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ പറ്റാവുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അതെനിക്കറിയാം. എന്നിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ. എങ്ങനെ സംസാരിച്ചു? ഞാൻ കുറെ നാളായി നോക്കിയിരിക്കുക. ആരെ? എന്നെ ശരിക്കും അറിയില്ല. മീരല്ലേ? ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇല്ല, കാണണമെന്നില്ല. അല്ല, ഞാൻ മെയിൽ അയച്ചോന്ന് തന്നെയല്ലല്ലോ ചോദിച്ചത്. അല്ലേ അല്ലേ അല്ലോ. ആ, ഇനിയിപ്പോൾ അക്ഷരമൊന്നും മാറിയില്ലല്ലോ. ഇപ്പം ആ കിളി പോയ അവസ്ഥയായല്ലോ. എടാ, കൃഷ്ണ കേട്ട് വന്നില്ലടാ. എടാ, സമയമാകുമ്പോൾ വരും. നീ അതിനവിടെ കാത്തിട്ട് കിടക്കൊന്നും വേണ്ട. അതല്ലടാ. ഏതല്ലടാ? അവള് വരുമ്പോൾ എന്നെ ആദ്യം കാണണം, അതാണ് അതിൻ്റെ ഒരു സുഖം. നിന്നെ ആദ്യം കാണാൻ നീ വിഷുക്കണി ചാനും പണ്ട് നിർത്തറിയാ. എടാ, നീ അവളിൽ നിന്ന് സെറ്റായി പോണ്ട. എടാ, ഞാൻ തന്നെ ഒരു കോഴി. ഇനി നീ എന്നെ മാമ കൂടി ആക്കരുത്. ഓ വേണ്ട, ഞാനൊന്നും ചോദിച്ചില്ല. അല്ല, എന്തായിരുന്നു നേരത്തെ മീരയുടെ കാണിച്ചത്? ഓ അതോ, കുറെ കാലമായിട്ട് ഞാൻ ഒക്കെ ഓങ്ങി വെച്ചതാ. ഇന്നിപ്പോ ഒരു ചെറിയ ഡോസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. നീ കൊടുത്ത ഡോസിന്റെ മറു ഡോസ് കിട്ടിയത് എനിക്ക് ഒരു കാര്യമില്ല. നമ്മൾ എന്നെ താട്ടിയിടാം. അത് പോട്ടളിയ, അവക്കിപ്പോ ഇവിടെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് ഇല്ലേ, അതിപ്പം പോയി. അതിന്റെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാറില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയി അങ്ങോട്ട് പോയിക്കോളും. ഇനി അത് വിഷമിക്കണ്ടടാ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. നീ ഒരു സംഭവം തന്നെ. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായി? ആ, സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പോട്ടെ, കൃഷ്ണകാവ് വരുമ്പോൾ എന്നെ തന്നെ കാണും. അല്ല, നീ ഇപ്പം ഇപ്പം എന്തിനാ അവിടെ വന്നു? അത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് റിഫ്രഷ് ആവാൻ വേണ്ടി വന്നതാണ്. എന്നാ ചെല്ല് ചെല്ല്, പോയി വെള്ളം കുടിക്കും. ശരി ശരി ശരി. എന്നെ കാത്തോളണേ. ഹലോ, രാകേഷ് അല്ലേ? അതെ, ഐ എം കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദോ? യെസ്. ഹായ് സാർ. ഹലോ. ഐ എം മനു. ഹായ് മനു. ദിസ് ഇസ് മീര. ഹായ് നിന്നെ. എന്തൊരു സാർ, ട്രെയിൻ ലേറ്റ് ആയോ? ആ, കുറച്ച്. ഓക്കെ സാർ. ഇത് രാകേഷ്. ഞങ്ങൾ പരിചയപ്പെടും. അതോട്ടിരിക്കാം സാർ. നശിപ്പിച്ച് നീ ഒറ്റ ഒരുത്തനല്ല നശിപ്പിച്ച്.
എടാ നിന്നോട് ആരെങ്കിലും പറഞ്ഞ അത്രയ്ക്ക് പ്രതീക്ഷ വയ്ക്കാൻ? എടാ നീ അല്ലാതെ പറഞ്ഞ മാനേജർ പെണ്ണാന്ന്. എടാ അത് ഈ ഓഫീസിൽ നിന്ന് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചോ നീ റോസാപ്പൂവും മറ്റേ പൂളിനകത്തൊക്കെ പോയി നിൽക്കുന്നു. എടാ അപ്പോഴെങ്കിലും ഒരു വാക്ക് നിനക്ക് എന്നോട് പറഞ്ഞോടായിരുന്നോ? എടാ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കൂലും കൂടി കണ്ടപ്പോ കുറച്ചു മണിയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഞാൻ ആ മീരയുടെ മുഖത്ത് ഇങ്ങനെ നോക്കും. അതിനില്ലെങ്കിലും മീരമ്മ നിന്നെ നോക്കാറില്ലല്ലോ. നീ ഇത് വിടളിയാ. ആ ശ്രീധർശ് വരാൻ ഞാൻ നന്നായി. ഓ അവനും കൂടി ഉണ്ടായിരുന്നെങ്കിലേ. അല്ല അവനിനി ഒരു മാസത്തേക്ക് നോക്കണ്ട. നീ ബാ നമുക്ക് ആ മാനേജറിനെ പോയി ഒന്ന് കയ്യിലെടുക്കാം. എന്തിന്? ഇല്ലെങ്കിൽ ആ മീരെ കയ്യിലെടുക്കും. വാടാ. ആ ശരിയാ. പുതിയ പെൺകുട്ടികളെ എങ്ങനെ വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ട്. ക്ലീനിങ് ഒരു ചേച്ചി വരുന്നുണ്ട്. ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ നീ വന്ന് കയറാഞ്ഞാ മതി. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡെഡ് ലൈനുകൾ ഒരിക്കലും തെറ്റിക്കരുത്. കമ്പനി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റില്ലേ, അതൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. ഞങ്ങളതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല സാർ. അല്ല നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കേരളത്തിൻ്റെ മാർക്കറ്റ് മുമ്പിൽ കണ്ട് കമ്പനി കുറേ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള പ്ലാൻ ഇട്ടിട്ടില്ലേ, അതൊരിക്കലും വേണ്ടായിരുന്നു അല്ലെങ്കിൽ നഷ്ടമായി പോയി എന്നൊരു അവസരം ഉണ്ടാക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങനെ തോന്നാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല. വെരി ഗുഡ് മീര. അല്ല മീരയുടെ ഇന്റേൺഷിപ്പ് ഈ മാസം കഴിയുമോ അല്ലേ? അതെ സർ. ഓക്കെ, കുഴപ്പമില്ല. മീരയുടെ പെർഫോമൻസ് കമ്പനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാലേ മീരയ്ക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാമല്ലോ. താങ്ക് യു സർ. താങ്ക് യു ഒന്നും വേണ്ട മീര, അതൊക്കെ ജോലിയിൽ പെർമനന്റ് ആയതിനു ശേഷം തന്നാൽ മതി കേട്ടോ. അല്ല നമ്മുടെ രാകേഷ് എവിടെ പോയി? വരും സാർ. പ്ലീസ് കം, ഇരിക്കിരി. എന്തു പറ്റി ഓടി കതച്ചൊക്കെ വരുന്നു? അല്ല അത് പിന്നെ പറഞ്ഞോ. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു പാർക്കിൽ ഒരു നായ് സ്ഥിരമായിട്ട് കിടക്കാറുണ്ട്. ഞാൻ അറിയാണ്ട് ചവിട്ടിപ്പോയി അതിൻ്റെ കാല്. 2 വട്ടം കോമ്പൗണ്ടൊന്ന് ഓടേണ്ടി വന്നു. അത്രയുള്ള കമോൺ ഗൈസ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളിനെ നായ ഓടിച്ചെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല സാർ, ഇവൻ സ്ഥിരമായിട്ട് ആ പട്ടിനെ കല്ലെടുത്ത് എറിയാറുണ്ട്. അത് ഞാൻ പലപ്പോഴായിട്ട് പറയും ചെയ്യരുത്, കാരണം എപ്പോഴേലും ഒക്കെ ഒരു ഓർത്ത് പണിയും. ഇതിപ്പോൾ കടിയിട്ടത് ഭാഗ്യമായി പോയി. ഓഹോ അത് ശരി, അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ പിന്നെ 2 വട്ടം ഓടിയതിൽ തെറ്റു പറയാൻ പറ്റില്ല. അല്ലെങ്കിലും ഓട്ടം നല്ലതാണ് സാർ. നമ്മുടെ രാകേഷിന് ഇത്തിരി ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും പ്രശ്നമുണ്ട്. ഞാൻ കരുതേ രാകേഷ് മാനേജർ പെൺകുട്ടിയെ അല്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ട് വരാതെ മുങ്ങിയടക്കാണെന്ന്. അങ്ങനെയൊന്നുമില്ല സാർ. മനു നോക്കി പേടിപ്പിക്കുന്നുണ്ട് സാർ. ഇവള് പറയുന്നൊക്കെ കള്ളത്തരാം. എൻ്റെ രാകേഷെ ചൂടാകണ്ട. ഇപ്പൊ രാകേഷിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ രാകേഷിന്റെ പൊസിഷനിലേക്ക് ഇരുന്ന് വന്ന ആളല്ലേ. ഇപ്പോൾ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, അത് പെൺകുട്ടി വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, അത് പെൺകുട്ടി അല്ലാന്ന് അറിയുമ്പോൾ നിരാശ നമുക്ക് മനസ്സിലാക്കാമല്ലോ. സാർ എനിക്ക് അത്ര വലിയ നിരാശയൊന്നുമില്ല. എടുത്താൻ വിഷമിക്കേണ്ട, നമുക്ക് വൈകാതെ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടിയെ സ്റ്റാഫായിട്ട് എടുക്കുക, അതുപോലെ. എന്തായാലും രാകേഷ് വരാൻ വൈകിയത് കൊണ്ട് ഞാൻ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അത് മനു രാകേഷിനൊന്ന് പറഞ്ഞു. ഓക്കെ ഷുവർ സാർ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ എന്നാൽ. യു പീപ്പിൾ കണ്ടിന്യൂ. ശരി. താങ്ക് യു. എങ്ങോട്ടാ? ആ നീ ഇവിടെ ഉണ്ടായിരുന്ന? സത്യമായിട്ട് കണ്ടില്ലല്ലേ? എന്തിനാടാ രാവിലെ തന്നെ വെറുതെ ഇല്ല പച്ച കള്ളല്ലടിയാ, സത്യം ഞാൻ കണ്ടില്ലടാ. മതി. നിന്നെ രാവിലെ പട്ടി കടിച്ചൊന്നുമില്ലല്ലോ അല്ലേ? ആ പട്ടി ഇന്ന് കടിച്ചിട്ടുണ്ടായിരുന്നേ. ആ പട്ടി ചത്തിന്. ശരിയാ, നിന്റെ ശരീരത്തിലെ വിഷം മുഴുവൻ ചെറിയ പട്ടി ചത്തേനെ. എന്ത്? അല്ല പട്ടി കടിച്ചില്ലല്ലോ, നന്നായി രക്ഷപ്പെട്ടു നീ. എടാ നാളെ ഒരു കൃത്യസമയത്ത് ഓഫീസിലെത്തണം. ഓൾറെഡി സാറിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചൊരു കോമഡി ഇമേജ് ഉണ്ട്. ഇനി അതൊരു ബാഡ് ഇമേജ് ആക്കി മാറ്റരുത്. എടാ ആ കോമഡി ഇമേജ് ആ പെണ്ണുണ്ടാക്കിയല്ലേ, അവക്കൊരു പണി കൊടുക്കണല്ലേ. എൻ്റെ പൊന്നളിയാ പ്ലീസ്, പണ്ടത്തെ പോലെയല്ല. നമ്മുടെ ഓഫീസിൽ ഒരു മാനേജറൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണികൾ ഒപ്പിച്ച് അത് പാളിക്കഴിഞ്ഞാൽ ആ നിമിഷം ഹെഡ് ഓഫീസിലെത്തും. അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. നിനക്കത് പറയാം. വല്ല പണി പാളിക്കഴിഞ്ഞിട്ട് പണി വല്ലതും പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒരു പണിയില്ലാതെ പോയി ഇരിക്കേണ്ടി വരും. ഓ പിന്നെ ബാക്കിയുള്ളവരുടെ വീട്ടിൽ പണി പോയാൽ പട്ടും മടിയും കൊടുത്ത് സ്വീകരിക്കില്ലോ. അതാ പറഞ്ഞത്, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ഇനി അഥവാ എന്തെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ശ്രീധര കൂടി ഒന്ന് വരട്ടെ. അതാകുമ്പോൾ കിട്ടുന്ന പണി ഷെയർ ചെയ്യാൻ ആൾ കൂടി ഉണ്ടല്ലോ. ഓ എന്തൊരു സുഹൃത്ത് സ്നേഹം. എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. ആ ശരി,
ഞാൻ പോവാം, നീ വരുന്നോ? ഇല്ല, ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നാ, ഞാൻ അത് കുടിച്ചിട്ട് വരാം. ആ ഓസിന് കിട്ടുന്നതായിരിക്കുമല്ലോ, അപ്പൊ ഇങ്ങനെ ഇത് കുടിക്കുന്നു. ആ നീ ചെല്ലു. എന്താണ് സാർ, ഒരു മൈൻഡൊന്നും ഇല്ലല്ലോ? വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഇവള് സമ്മതിക്കും. എന്താ നിന്റെ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നീ എന്തിനാ വേണ്ടാത്ത ഓരോന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞേ? ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. നീ വലിയ നല്ല പിള്ള ചമയൊന്നും വേണ്ട, ഇത് നിന്റെ CBSE സ്കൂളൊന്നല്ല. അതിന് എന്റെ സ്കൂളിൽ എന്താ കുഴപ്പം? നീയേ ചിലപ്പോൾ സ്കൂളിൽ ടീച്ചർ CID ആയിരിക്കും, ആ പണി ഇവിടെ നടക്കൂല, അതാ ഞാൻ പറഞ്ഞത്. CID? ആ അത് ഈ ടീച്ചർമാർക്ക് ക്ലാസ്സിലൊരു CID ഉണ്ടാവും. അതായത് ക്ലാസ്സിൽ എന്തൊക്കെ നടക്കുന്നു വള്ളി പുള്ളി തെറ്റാണ് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു CID. അതല്ല നീ ആ പണി ഇവിടെ നടക്കൂല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളാലോ, ഇനി ഞാൻ ആ വർക്ക് കൂടെ ചെയ്യാൻ തുടങ്ങിയാലോ? അതെ, ഞാൻ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നിന്നെ കൊണ്ട് അതിന് സമ്മതിക്കില്ല. ഓ, അത് നിന്റെ സമ്മതം ആയിരിക്കും വേണം. ചോദിക്കണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓഹോ, എന്ത് ചെയ്യാനാ? അറിയണോ നിനക്ക്? അറിയണോ? അറിയണം. എന്താ എന്റെ വിചാരം? എന്താ വിചാരം? അതെ, കുറെ ഞാൻ നിനക്ക് ഓർമ്മിച്ചില്ലേ? നിനക്കും അങ്ങനെ തന്നെ കിട്ടണം. നീ മറ്റേ ന്യൂസിലാണെന്ന് വിചാരിച്ച്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവളാണ് എല്ലാത്തിനും കാരണം. അതെ, കാരണക്കാരൻ ആരാ നോക്കണേ? പോയി കണ്ണാടി പോയി നോക്ക്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അതിന് എനിക്കും പറയാൻ. അതെ, നിർത്ത്. ഇതെന്താണിത്? മോശം, വളരെ മോശം. കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടം. ഇവനേ ബോധമില്ല. മീര, നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? ആർക്കും ബോധമില്ല. അത് എനിക്കാണ് കുഴപ്പമില്ല. നീ വന്നേടാ. ആ, കൊണ്ടുപോക്കോ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളൂ. എടുത്തിട്ട് പൊങ്ങിയിട്ടല്ലേ? മോനെ രാകേഷേ, നീ കുറെ കാലം എന്റെ സമാധാനം കളഞ്ഞതല്ലേ, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ സമാധാനം കളയാൻ പോവാ.